വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് അല്ല, ഹോൾ വീഡിയോ ആണ്. അപ്പോൾ പർപ്പിളിൽ നിന്ന് നൈക്കിയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് സ്കിൻ കെയറും മേക്കപ്പ്, പിന്നെ ഹെയർ കെയറിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളാണ്. വളരെ ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് സ്ഥിരം സെയിം സാധനങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അതായത് ഞാനിതൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റുകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നിട്ട് ഞാൻ വീണ്ടും പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. മിനിമലിസ്റ്റിൻ്റെ പ്രോഡക്റ്റ് ഞാൻ സൺസ്ക്രീൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ അത് ഓയിലി ആയതുകൊണ്ടാണ് എനിക്കിത് യൂസ് ചെയ്യാണ്ടെന്ന് ഞാൻ മാറ്റി വെച്ചത്. ഇതിപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് സ്പെഷ്യലി ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നല്ലതാണ് എന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് കൊള്ളാൻ തോന്നി. എൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു ഓയിൽമെൻറ്റിൻ്റെയൊക്കെ സ്മെല്ല് കണക്കാം. നല്ലൊരു ഫ്രാഗ്രൻസ് അങ്ങനെയല്ല. നമ്മളിപ്പോൾ മെഡിസിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓയിൽമെൻറ്റിനൊക്കെ ഉള്ളൊരു സ്മെല്ലില്ല, ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. ഇതാണ് പ്രൊഡക്റ്റ്. വിറ്റാമിൻ B5 10% ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഷോർട്സിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് നല്ലതാണെന്നാണ് ഒരുപാട് നല്ല റിവ്യൂസൊക്കെ ഉണ്ട് ഈ പ്രോഡക്റ്റിന്. മിനിമലിസ്റ്റിൻ്റെ സാധനങ്ങൾ മിക്കതും നല്ല സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്യണമെന്ന് മാത്രം. കുറച്ച് റേറ്റും ആണ്, എന്നാലും ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി സെക്കൻഡ് വന്നിട്ട് ഇത് ഡീകൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. ഇതും ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. എൻ്റെത് ശരിക്കും കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷേ എൻ്റെ ഓയിലാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ച് ജെൽ ബേസ്ഡ് ആണ് കേട്ടോ. നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ 55+ ഉണ്ട്, SPF, PA+, BBB+ ഒക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വലുതായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഒരിക്കൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിരുന്നു. ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം. വരണില്ല ഇതിൻ്റെ താഹത് മാത്രമേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നന്നായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ചില സൺസ്ക്രീനൊക്കെ നമ്മളിടുമ്പോൾ സ്വെറ്റിംഗ് ഇടും. അങ്ങനെയായിരുന്നു മിനിമലിസ്റ്റിൻ്റെ എനിക്ക് സ്വെറ്റിംഗ് ഒക്കെ വരുമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഫ്രാഗ്രൻസ് ഒന്നുമില്ല. നമുക്കിങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചുള്ള ഒരു ഓയിൽമെൻറ്റിൻ്റെ സ്മെല്ലുള്ളത് കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് സൺസ്ക്രീൻ വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ് കേട്ടോ. ഞാൻ ശരിക്കും ഈ ഒരു ലോങ് വീഡിയോ ഇടാൻ തന്നെ മെയിൻ കാരണം ഒന്ന് എല്ലാവരും ലിങ്ക് ചോദിക്കും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കും. ഇനി എനിക്ക് സിറംസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലൈക്കോളിക്കിൻ്റെ 1% ലോറിയലിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഹൈലറോണിക് വാങ്ങിക്കാമെന്ന്. ഹൈലറോണിക് ആകുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ഫേസ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും ഇങ്ങനെ സ്കിൻ പീലാവുകയോ അങ്ങനത്തെ ഡിസ്റ്റർബൻസോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ശരിക്കും. ഇത് ശരിക്കും നമ്മൾ ആ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ ആ ഒരു സ്മെല്ലാണ്. അതേ കറക്റ്റ് സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ഹൈലറോണിക് റേഞ്ചിലുള്ളത്. ഇപ്പോൾ പുതിയ ലോഞ്ചാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് നമ്മൾ പക്ഷേ സിറം ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസറൂടെ നന്നായിട്ട് ഇടണം. അതായത് ഹൈലറോണിക് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആക്കും. അത് നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഹൈഡ്രേറ്റ്, അതായത് മോയ്സ്ചറൈസർ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ മുമ്പിരുന്നതിനേക്കാളും നന്നായിട്ട് ഡ്രൈ ആവും. ഇനി അടുത്തത് ഷാമ്പൂ കണ്ടീഷണറാണ്. കണ്ടീഷണർ വന്നിട്ട് ഞാനിത് ഓഫ്ലൈനായിട്ടോ വാങ്ങിച്ചത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലോറിയലിൻ്റെത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 71 ml ചെറിയ ബോട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത് വാങ്ങിച്ചാൽ മതി. ഇത് വരുമ്പോൾ ഒരു 100-115, ഇതിപ്പോൾ 115 എഴുതിയിരിക്കുന്നത്. ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ ഇതേ സൈസിൽ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഭയങ്കര നല്ലതാണ്. ഹെയർ നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കും, നല്ല സിൽക്കായിട്ട് കിടക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാനിതിൻ്റെ 2 ബോട്ടിൽ യൂസ് ചെയ്തു കേട്ടോ. അപ്പം ഹെയർ ഫോളൊന്നും അങ്ങനെ ഉണ്ടാവണില്ല. മുമ്പ് ഞാൻ മറ്റേ മമാർത്തിൻ്റെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അത്
യൂസ് ചെയ്ത് അത് കളഞ്ഞു. അപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. ഇത് നല്ലതാണ്. ഇതും ഹൈലറോണിക് റേഞ്ചിലാണ്. എനിക്ക് ഹൈലറോണിക്കിൻ്റെ ആ ഒരു റേഞ്ചിൽ പറഞ്ഞ മിക്ക പ്രൊഡക്റ്റുകളും എൻ്റെ ഒരു സ്കിൻ ടൈപ്പിനും ഹെയറിനും ഒക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതും അതിൻ്റെ വലുത് പേർപ്പിളിൽ നിന്നാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഇതും വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ അല്ല വേറെ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ചെറിയൊരു സാഷെ ഫ്രീയും കിട്ടി. അപ്പോൾ എനിക്ക് വേറെ ഇത് ചൂസ് ചെയ്യായിരുന്നു. എന്നാലും പിന്നെ ഷാമ്പു ആയതുകൊണ്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊരു ചെറിയൊരു പാക്കറ്റ് നമുക്കിങ്ങനെ സാമ്പിളായിട്ട് അവർ അയച്ചു തന്നിട്ടുണ്ട്. ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഇത് രണ്ടെണ്ണം. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഷോർട്സിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ഷാമ്പുവും കണ്ടീഷണറോ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യണത്. ഞാൻ വേറെ അങ്ങനെ മാസ്കോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ഷാമ്പു കണ്ടീഷണർ ചെയ്യും, പിന്നെ ഓയിൽ ചെയ്യും. ഇതാണ് മെയിനായിട്ട് ചെയ്യണത്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ഓയിലിൽ തന്നെ അതിട്ടിട്ട് മസാജ് ചെയ്യോ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഗാർണിയറിൻ്റെ മെസല്ല വാട്ടർ. നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഓയിലി സ്കിന്നുള്ളവർ എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിരിക്കണം, നല്ലതായിരിക്കും നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. പിന്നെ പൊല്യൂഷനായിട്ട് വരുന്നാലും നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ ഇത്. ഇനി ഇത്രയാണ് സ്കിൻ കെയർ. പിന്നെ ഈ ഡോട്ട് ആൻഡ് ഗീയുടെ ഈ ഒരു കുഞ്ഞു സാധനം, ഇത് ഫേസ് വാഷാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇത് എനിക്ക് ഫൗണ്ടേഷൻ വാങ്ങിച്ചപ്പോഴാണെന്ന് തോന്നുന്നത് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതിൻ്റെ സ്മെല്ല് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് മണപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ്. ഇങ്ങനെ വലിയ ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നല്ലതാട്ടോ എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ട് പറയാവേ. ഇനി അടുത്ത് വന്നിട്ട് ഈ ഫൗണ്ടേഷൻ. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഫൗണ്ടേഷൻ. ഇത് എടുത്ത് നോക്കാന്നാൽ ഫൗണ്ടേഷൻ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി ഷെയ്ഡുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്കിന്നോടിന് പറ്റിയിട്ടുള്ള ഒരുപാട് ഷെയ്ഡുണ്ട്. കെ ബ്യൂട്ടിയിലും ഒത്തിരി ഷെയ്ഡുകളുണ്ട്. എൻ്റെ ഷെയ്ഡ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പമ്പാണ് വരുന്നത് കേട്ടോ. കണ്ടോ, പമ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ പ്രസ് ചെയ്ത് കാണിക്കുന്നത് ലൈറ്റാണ്. ഒരു കുഞ്ഞ് പമ്പ് കാണിക്കാം. അയ്യോ, വേണ്ട, ഭയങ്കര ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ലിക്വിഡ് ഫൗണ്ടേഷനൊക്കെ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് ഇത്, പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അതാണ് ഇതേ ഷെയ്ഡ് തന്നെയാണ്. എൻ്റെ കുഞ്ഞു ട്യൂബില്ലേ ഇതിൻ്റെ ഫിറ്റ്മിയുടെ, അതേ സെയിം ഇതിലുള്ള ഷെയ്ഡ് തന്നെ. ഇതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സാക്റ്റ് സെയിം ഷെയ്ഡാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് വാങ്ങിക്കണം. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു വാങ്ങിക്കണമെന്നിട്ട്. അങ്ങനെ ഇത് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നല്ലതാണ്. ഞാൻ ഇതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം പറയുന്നില്ല. ഇനി അടുത്തത് വന്നിട്ട് മേബലിൻ്റെ തന്നെ ഒരു മസ്കാരയാണ്. നല്ല രസമുള്ള കണ്ടോ പാക്കേജിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ HD പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ എഴുതി. നല്ല രസമല്ലേ? ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കണം. ഇതുവരെ ചെയ്തില്ല. ഇതെനിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം നോക്കിയിട്ട് നല്ലതായിട്ടാണ് തോന്നണേ. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് പറയാം. കണ്ടിട്ട് എനിക്ക് കൊള്ളാൻ തോന്നുന്നു. കണ്ണാടി ദൂരെയാണ് ഇരിക്കുന്നത്, അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം കണ്ടിട്ട് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാൻ ഷോർട്സിൽ പറയുന്നതായിരിക്കും. ഇനി അടുത്ത് ലിപ് ലൈനർ. ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സീലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. തുറക്കാൻ എളുപ്പത്തിന് മാഴ്സിൻ്റെ ആണ്. ഇതും നല്ലൊരു ഷെയ്ഡാണ്. കണ്ടോ ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ? നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ചെറിയൊരു പിങ്ക് ടോൺ ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഞാൻ ലിപ് ലൈൻ ചെയ്തപ്പോഴത്തേക്കും കൊള്ളാം. ഇതും ഞാൻ ഷോർട്സിൽ അടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാവേ. പിന്നെ ഏതാണ്ട് സാധനങ്ങളൊക്കെ തീർന്നു. ഇനി ബ്ലഷറാണ്. ഇൻസൈറ്റിൻ്റെ ബ്ലഷറാണ് കേട്ടോ. ഇതും ഈ ഒരു ഷെയ്ഡ് കണ്ടോ, റാസ്ബെറി എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്. നല്ല പാക്കേജിങ് അല്ലേ? ഇതിൻ്റെ പുറത്തുകൂടെ കാണാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ശരിക്കും ഈ ബ്ലഷ് ആണെങ്കിലും ലിപ്സ്റ്റിക്ക് ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ കൈ കിട്ടണ ആ ഒരു ഷെയ്ഡേ ആയിരിക്കത്തില്ല. നമ്മൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അവർ ആഡ് കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. ഷോർട്സിലാവട്ടെ ഷോർട്സിൽ കാണിക്കാനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പിങ്ക് പീച്ച് കൈൻഡ് ഓഫ്. ഇനി ലാസ്റ്റത്തെ പ്രൊഡക്റ്റാണ് ഈ ഒരു നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇതിപ്പോൾ ചായ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത്
കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ബ്രൗൺ ടിൻ്റാണ് തോന്നുന്നത്, പക്ഷെ അപ്ലൈ ചെയ്തപ്പോൾ ബ്രൗൺ അല്ല, വേറൊരു ടിൻ്റാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇത് ബ്രൗൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ എനിക്ക് ബ്രൗൺ ആയിട്ട് തോന്നുന്നില്ല. സ്ക്രീനിൽ ഇനി എങ്ങനെ കാണണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ശരിക്കും കാണുമ്പോൾ അത്ര ബ്രൗൺ അല്ല, ലിപ്പിലിടുമ്പോഴും വേറൊരു ബ്രൗൺ അല്ല, വേറൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ലതാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം നല്ലതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നൈക്കയുടെ ലിപ്സ്റ്റിക്കുകളൊക്കെ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പക്ഷെ പ്രൈസാണ്, എന്നാലും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത്രയും തന്നെ നല്ല അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണ് കാണിച്ചത്. അത് വലിയ അഫോർഡബിളും അല്ല, എന്നാൽ ഒത്തിരി ലക്ഷറി ആ ഒരു ടൈപ്പിലോട്ടുള്ളതും അല്ല. ഒരു ഇടയ്ക്ക് നിൽക്കുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.